ഇന്ന് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളിൽ പലരും ഇതുവരെയും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാത്ത ആളുകളുണ്ട് എന്ന് കരുതുന്നു. അത്തരം ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. വളരെ എളുപ്പമാണ്. ഇക്വിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വിറ്റി മാർക്കറ്റുമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾക്ക് ഒരു പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റുമായിട്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇന്ന് 100 രൂപ വിലയുള്ളൊരു സാധനം അടുത്ത വർഷം നമ്മൾ ഇതേ സമയത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 107 രൂപ ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ ഈ 100 രൂപ കൊണ്ടിട്ടാൽ സാധാരണഗതിയിൽ എത്രയാണ് കിട്ടുക? 105.5 ഓക്കെ, അല്ലെങ്കിൽ 105 രൂപ 50 പൈസയൊക്കെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത വർഷം നമ്മളുടെ പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഈ പണം വളരില്ല. അതുകൊണ്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലൊന്നും വലിയ എമൗണ്ടുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറേ കൂടെ എളുപ്പത്തിൽ ചെയ്യുകയും വേണം അല്ലേ. അതായത് നിങ്ങൾക്കിപ്പോൾ അത്ര സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊന്നും അറിവില്ലാത്ത ഒരാൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വളരെ വലിയ എമൗണ്ടൊന്നും വേണ്ട. 500 രൂപയൊക്കെ മാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം 500 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പറയുന്നത് ഒരു സാധാരണ കൂലിപ്പണിക്കാരന് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള വളരെ എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ പറ്റിയാണ് പറയുന്നത്. ഒരു കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 800 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഒരു ദിവസ വരുമാനം ഉണ്ടാവും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും വീട്ടുകാരുടെയൊക്കെ ചിലവൊക്കെ കഴിച്ച് ഒരു 60 രൂപ അദ്ദേഹത്തിന് മാറ്റി വയ്ക്കാൻ പറ്റുമോ ഒരു ദിവസം? സ്വാഭാവികമായിട്ടും മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെ 60 രൂപ മാറ്റി വെച്ചു. ഇപ്പോൾ ഒരു 25 ദിവസമൊക്കെ പണിയുണ്ടെന്ന് കരുതുക. 25 ദിവസം പണിയുണ്ടെന്നുണ്ടെങ്കിൽ 60 രൂപ വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപയുണ്ടാവും? 1500 രൂപയുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വലിയ എമൗണ്ടൊന്നും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട. വെറും 500 രൂപ ഉണ്ടെങ്കിൽ ഓരോ മാസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 1500 രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലാളിയോ മറ്റെന്തെങ്കിലും ചെറിയ കച്ചവടം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു 60 രൂപ നിങ്ങൾ ഒരു ഇതിലേക്ക് മാറ്റി വയ്ക്കുക. അതിപ്പോൾ ഒരു കാശ് കൊടുക്കപ്പോഴുള്ള സംവിധാനമോ അല്ലെങ്കിൽ ഒരു പെട്ടി പോലത്തെ ഒരു സംവിധാനം അതിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെ ഒരു 25 ദിവസം നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഒരു 1500 രൂപയാവുമല്ലോ. ആ 1500 രൂപ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറ്റിയെന്ന് കരുതുക. പല രീതിയിൽ മാറ്റാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ബാങ്കിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു ഗൂഗിൾ പേ ഉള്ള ഒരാളുടെ അടുത്ത് ഈ 1500 രൂപ കൊടുക്കുക. എന്നിട്ട് പറയാം എൻ്റെ അക്കൗണ്ടിലേക്ക് നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 1500 രൂപ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തിടാൻ പറയാം. വളരെ നല്ല മെത്തേഡല്ലേ. ഞാൻ നമ്മളുടെ അടുത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അപ്പോൾ ആ ക്യാഷ് നമുക്ക് ഒരു 1500 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതുപോലെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. നിങ്ങളിവിടെ ഇപ്പോൾ കാണുന്നത് ഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടിയിട്ട് ഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു പുതിയൊരു SIP തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഒരു ഓൺലൈൻ ബാങ്കിങ് ഉള്ള ഒരു അക്കൗണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ KYC എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. KYC എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഫോളോ ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ KYC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ ജീവിതകാലത്തിൽ ആകെ ഒരു പ്രാവശ്യമേ KYC ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മ്യൂച്വൽ ഫണ്ടുകളിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള ഫണ്ടൊക്കെ ആയിരിക്കും തുടക്കക്കാർക്ക് നന്നാവുക. ഒരു 5 വർഷവും അതിൽ മേലിലേക്കൊക്കെയുള്ള കാലാവധിയിലേക്കാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 1500 രൂപ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ ഒരു 1500 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ 25 വർഷം നിങ്ങൾ തുടർന്നു എന്ന് കരുതുക.
നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടാവും എന്ന് അറിയാമോ? ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മിനിമം 50 ലക്ഷം രൂപ ഇതിൽ നിന്നുണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഒരു ദിവസം മാറ്റി വയ്ക്കുന്ന 60 രൂപയെ 50 ലക്ഷമാക്കി മാറ്റാൻ ഉള്ള കഴിവുള്ള ഒരു സംവിധാനമാണ് എന്ത്? ഈ മ്യൂച്വൽ ഫണ്ടുകൾ. നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യ ഗ്രോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഡെക്സ് ഫണ്ടുകളോ ലാർജ് ക്യാപ് ഫണ്ടുകളോ ഒക്കെ എന്തായാലും ഗ്രോ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വലിയ എമൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു സാധാരണ കൃഷിക്കാരനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു ഓട്ടോ തൊഴിലാളിയോ അല്ലെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 രൂപ മാറ്റി വയ്ക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു മാസം 1500 രൂപയാവും. ആ 1500 രൂപ നല്ലൊരു ഫണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50 ലക്ഷം ഒന്നും ആവാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഈ 50 ലക്ഷം ആവുന്നതിനുള്ള കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 12% ഒക്കെ ആവറേജ് ഗ്രോത്ത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾ തെളിവുണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനെ ആവുന്നതിന് തെളിവുണ്ടോയെന്ന്? തീർച്ചയായിട്ടും തെളിവുണ്ട്, ഞാൻ തെളിവ് തരാം. 1994 ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് 1994 കേട്ടോ. അപ്പോൾ 28 വർഷം ആവാൻ പോകുന്നു. അത് ആവറേജ് ആയിട്ടുള്ള അതിൻ്റെ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18.16 ആണ്. മനസ്സിലായില്ലേ? നമ്മൾ കണക്കാക്കിയത് എന്താണ്? വെറും 12% കണക്കാക്കിയത്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ചിലപ്പോൾ ഈ 50 ലക്ഷം ഒന്നും ആവില്ല. നല്ല രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 1 കോടിയൊക്കെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലോങ് ടൈമിലേക്ക്, നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയുടെ മാതാവോ പിതാവോ ആണ്. ആ കുട്ടിക്ക് ഒരു കല്യാണപ്രായം ആവുന്ന സമയത്ത് ഒരു 25 വർഷത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കല്യാണ ആവശ്യത്തിനോ അല്ലെങ്കിൽ പഠന ആവശ്യത്തിനോ ഒക്കെ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി തീരെ മോശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോലെ ഒരു 60 രൂപ ഡെയിലി മാറ്റി വയ്ക്കുക. അത് 25 ദിവസം കൊണ്ട് 1500 ആവും. അത് നല്ലൊരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുക. അതിന് ഫിനിറ്റി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അത് 50 ലക്ഷമൊക്കെ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. അതാണ് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ട്രജക്ടറി അങ്ങനെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള ആസ്ക് RupeeMonk സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ 8848030018 ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ.